പ്രത്യേകിച്ച് കൊല്ലം പ്രവാസി അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും മേരി ക്രിസ്മസ് ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ലോകത്ത് പിറന്ന ഉണ്ണിയേശുവിന്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യർ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന കൊറോണ എന്ന മഹാവ്യാധി മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ നിരവധിയായ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മാനവികതമായ മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും എല്ലാവർക്കും ക്ഷേമങ്ങൾ നൽകാനും ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെയുള്ള ഒരവസരവും ഊർജവുമായി ഈ വർഷത്തെ ക്രിസ്മസ് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ കടന്നുവരുന്ന പുതുവത്സരം 2021 നന്മയുടെ പുതുപുലരി കാത്തുകൊണ്ട് ആ പുതുവസന്തത്തിലേക്ക് നമുക്ക് നടക്കാം. പ്രത്യേകിച്ച് ബഹ്റൈനിൽ അധിവസിക്കുന്ന കൊല്ലം പ്രവാസികളായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും മലയാളികൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും നന്മകൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓൺലൈൻ ക്രിസ്മസ് ആഘോഷമായ ക്രിസ്മസ് കാർണിവലിലേക്ക് ഹാർദമായ സ്വാഗതം. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. സ്തുതിഗീതങ്ങൾ പാടി മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ
തുള്ളികൾ തഴുകിയുറങ്ങും ബേത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കുടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മറിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ വെള്ളി നിലാവിൻ കുളിരലയിൽ നീരാടിയെത്തിയ രാക്കുയിലുകൾ നവസ്വരമഞ്ജരിയിൽ ഒരു മനസ്സോടെ നാഥനെ വാഴ്ത്തി പാടുന്നു. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. മാലാഖമാരവർ വാനവീഥികളിൽ സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. സ്തുതിഗീതങ്ങൾ പാടി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പുൽക്കൂട്ടിൽ പൂജാതനായ ഉണ്ണിയേശുവിന്റെ ഓർമ്മകൾ ഉണർത്തി വീണ്ടും ഒരു ക്രിസ്മസ് കാലമെത്തി. സന്തോഷവും സമാധാനം നിറഞ്ഞ ഈ ദിനം എന്നും ഒരു ഒത്തുകൂടലിനുള്ള വേദിയാണ് ഒരുങ്ങുന്നത്. എന്നാൽ കൊറോണ എന്ന മഹാമാരി കാരണം ഒത്തുചേരലുകൾക്കുള്ള നിയന്ത്രണമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് അല്പം പൊലിമ കുറയും. കുറച്ചു പാട്ടുകളും കരോൾ ഗാനങ്ങളുമായി ഓൺലൈൻ ലൈവുമായി കൊല്ലം പ്രവാസി അസോസിയേഷൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നു.
സരി സനി പനി സരി സരി സനി പഗരി സനി സരി സരി ഗപ 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 നി സനി സ ഗരി ഗരി സനി പരി സനി പഗരി സനി സരി സരി ഗരി ഗപ ഗപ നി പനി സ മലരി കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരും ഇരു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം തൊഴുതു വിടരുമുഷ മലരി കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരും ഇരു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹനിധികളായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധമായ ഒരു ക്രിസ്മസിനെ നാം വരവേൽക്കുകയാണ്. മനുഷ്യജാതിയുടെ വീഴ്ചയിൽ നിന്ന് അവനെ കരം പിടിച്ചുയർത്തുന്നതിനു വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന സംഭവമാണ് ക്രിസ്മസിലൂടെ നാം അനുസ്മരിക്കുന്നത്. മനുഷ്യജാതി പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ അവനെ തേടി വരുന്ന ദൈവസ്നേഹത്തെ തിരുജന്മത്തിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ലോകമിന്ന് മറ്റൊരു മഹാവീഴ്ചയുടെ അനുഭവത്തിലൂടെ കടന്നുപോവുകയാണ്. കോവിഡ് എന്ന മഹാമാരി മനുഷ്യജീവിതങ്ങളെ അതിശക്തമായി ബാധിക്കുകയും മനുഷ്യന്റെ സ്വസ്ഥജീവിതത്തിന് തടസ്സം നേരിടുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിൽ നിന്ന് നമ്മെ കരം പിടിച്ചുയർത്തുവാൻ കഴിവുള്ള ദൈവസ്നേഹത്തെ ഈ ക്രിസ്മസിലൂടെ ദർശിക്കുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിലും വെർച്വൽ മീഡിയയിലൂടെയെങ്കിലും ക്രിസ്മസ് അർത്ഥപൂർണമായി ആഘോഷിക്കുന്ന കൊല്ലം പ്രവാസി അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയംഗമായിരിക്കുന്ന ക്രിസ്മസ് മംഗളാശംസകൾ ദൈവികമായി നേരുന്നു. ദൈവം നമ്മെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നക്ഷത്രങ്ങൾ വർണ്ണം ചൊരിയുന്ന ആകാശത്തിലെ മാലാഖമാർ ക്രിസ്മസ് ഗാനം പാടുമ്പോൾ സ്നേഹം മണ്ണിൽ മനുഷ്യനായി പിറന്നതിന്റെ ഓർമ്മയ്ക്കായി നാടെങ്ങും ആഘോഷങ്ങളും തിരികളും തെളിയുന്നതിന്റെ ഈ വേളയിൽ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ പ്രിയ ഗായകരായ ശ്രീ ദിൽഷാദും അഞ്ജന ദിലീപിന്റെയും ഒരു അതിമനോഹരമായ ഗാനം. ആലംബമെന്നും മഴലാഴങ്ങൾ
ഏവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശവുമായി ഉണ്ണിയേശു പൂജാതനായ തിരുനാൾ. ക്രിസ്മസ് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പുൽക്കൂടും ക്രിസ്മസ് കരോളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കാർഡുകളുമൊക്കെയാണ്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുകൂടാനോ ഒന്നിച്ചിരിക്കാനോ ഒന്നിച്ചാഘോഷിക്കാനോ എല്ലാം നിയന്ത്രണങ്ങളാണ്. എന്നിരുന്നാലും മനസ്സുകൾ ഒന്നിച്ചുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തെ നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞിമണി ചെപ്പു തുറന്നിൽ നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊട്ടും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളകും കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. ചെപ്പു തുറന്നെന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊട്ടും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളകൻ കാതിൽ മൂളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ. പിന്നിൽ വന്നു കണ്ണു പൊട്ടും തോഴനെങ്ങു പോയി.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ള കൊല്ലം ജില്ലയിലെ ബഹ്റിൻ നിവാസികളായ എല്ലാ കുടുംബാംഗങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കും. അകലമാണ് പുതിയ അടുപ്പം എന്ന് പഠിപ്പിച്ച 2020 വിട പറയുന്നു. ഇവിടെ ശ്രദ്ധേയമായി ബുദ്ധന്റെ വാക്കുകളാണ്. നോ മാറ്റർ ഹൗ ഹാർഡ് ദ പാസ്റ്റ്, യു ക്യാൻ ഓൾവേസ് ബിഗിൻ അഗൈൻ. ആഘോഷങ്ങളെക്കാൾ ദുരന്തങ്ങളാണ് ഏറെ പാഠങ്ങൾ നൽകുന്നത്. ജീവിതത്തെക്കുറിച്ചുള്ള അവബോധവും പുതിയ കാഴ്ചപ്പാടുകളും അത് നൽകുകയാണ്. ഓരോ ദുരന്തങ്ങളും ഓരോ വാതായനങ്ങൾ തുറക്കപ്പെടുകയാണ്. അവിടേക്കാണ്, ആ ദൈവികമായ സാമീപ്യത്തിലേക്കാണ് മനുഷ്യരെ നയിക്കുവാൻ മനുഷ്യ സാമീപ്യത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നത്. പരിമിതികളില്ലാത്ത ദൈവം മാനുഷികമായ പരിമിതികളിലേക്ക് ഇറങ്ങി വരികയാണ്. സർവ ലോകത്തിൻ്റെയും രക്ഷയുടെയും പ്രതീകമായിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ, രോഗത്തിൻ്റെ ഇരുണ്ട ഈ കാലത്തിൽ അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പിറക്കട്ടെ. അങ്ങനെ തിരിച്ചു വരുവാനുള്ള ഒരു വലിയ ഊർജം ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിന് വിൽ പവർ എന്ന് നമ്മൾ പറയും. ആ ഒരു ശക്തി നമുക്കുണ്ടാകട്ടെ. തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചു. ആ ഒരു വലിയ ശക്തി ഹൃദയത്തിൽ നിന്നുണ്ടാകണം. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കലിൻ്റെ ആ ഒരു വലിയ നന്ദിയിൽ നമുക്ക് മുന്നേറുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഈ രോഗത്തോടൊപ്പം പൊരുതുന്നതോടൊപ്പം കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ആ ദൈവിക കൂട്ടായ്മയിൽ സ്നേഹത്തിൽ പങ്കുചേരുവാൻ സന്തോഷകരമായ ക്രിസ്മസും അനുഗ്രഹകരമായ ഒരു പുതുവത്സരവും ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലം നിവാസികളായ എല്ലാ ബഹ്റിനുള്ള കുടുംബ അംഗങ്ങൾക്കും കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം പ്രിയപ്പെട്ടവർക്കും ഈ ക്രിസ്മസ് അനുഗ്രഹം നേർന്നു. പ്രത്യേകമായിട്ടും ഇങ്ങനൊരു അവസരം നൽകിയ കൊല്ലം ജില്ലയുടെ ബഹ്റിൻ കൂട്ടായ്മയുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ഇനിയാണ് കരോൾ. കേക്ക് മുറിച്ചും കരോൾ ഗാനങ്ങൾ പാടിയും കൊല്ലം പ്രവാസി അസോസിയേഷനിലെ അംഗങ്ങളുമായി അല്പനേരം കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാകമാരവർ ദേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടി ഉറക്കിയിടുവാന മനതാരിൽ നനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാകമാരവർ സ്നേഹത്തിൻ നിറകുടമാ, താരാട്ടുപാടി ഉറക്കിയിടുവാനായി മനതാരിൽ നനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ജീവന്റെ പാതയിൽ കാരുണ്യ കനവാ കരുണാദ്രനാലിഞ്ഞ ദിനം, ആലോലമാട്ടി വളർത്തിയിടുവാൻ കൃപയിൽ നിറഞ്ഞിരുന്നു.
ജീവന്റെ പാതയിൽ കാരുണ്യ കനവ കരുണാർദ്രനാലിഞ്ഞ ദിനം ആലോലമാട്ടി വളർത്തിയിടുവാനായി കൃപയിൽ നിറഞ്ഞിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല രാവിൽ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ. കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ദൈവപുത്രൻ പിറക്കുമെന്ന്. ദൈവപുത്രൻ പിറക്കുമെന്ന്. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ബത്ലഹേം നഗരിയിൽ വന്നു പിറന്നു. ആലിത്തൊഴുത്തിനായി വന്നു പിറന്നു. ബത്ലഹേം നഗരിയിൽ വന്നു പിറന്നു. ആലിത്തൊഴുത്തിനായി വന്നു പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. കാലിത്തൊഴുത്തിൽ പിറന്നവനെ മനുഷ്യനായി മണ്ണിൽ പിറന്നവനെ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ മനുഷ്യനായി മണ്ണിൽ പിറന്നവനെ. താരകം തൂകിടാം ഇന്നിതാ നിൽക്കവേ ആടിടാം പാടിടാം ഹാപ്പി ക്രിസ്മസ്. താരകം തൂകിടാം ഇന്നിതാ നിൽക്കവേ ആടിടാം പാടിടാം ഹാപ്പി ക്രിസ്മസ്. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി യേശു പിറന്നു. ബത്ലഹേം നഗരിയിൽ വന്നു പിറന്നു. കാലിത്തൊഴുത്തിനായി വന്നു പിറന്നു. ബത്ലഹേം നഗരിയിൽ വന്നു പിറന്നു. കാലിത്തൊഴുത്തിനായി വന്നു പിറന്നു. ഉണ്ണി പിറന്നു ഉണ്ണി യേശു 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 പിറന്നു. ഏവർക്കും ഒരിക്കൽ കൂടി കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. അപ്പോൾ വീണ്ടും നേരിൽ കാണാം. ബൈ. സ്നേഹമലരിൻ നൽ ത്യാഗമുണർത്തും കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടാം. കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടാം.
യാഗപീഠം നിൻ സ്വർഗീയ ഗേഹം ഈ യാഗപീഠം നിൻ സ്വർഗീയ ഗേഹം മുന്തിരി നീരതിൽ ചേരും നൽ ഭോജ്യമായി തീർന്നിടും ശാന്തിയിൻ വേദിയ മുന്തിരി നീരതിൽ ചേരും നൽ ഭോജ്യമായി തീർന്നിടും ശാന്തിയിൻ വേദിയ സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ നിൻ സ്വർഗീയ രൂപം ഞാൻ കാണുന്നു മുന്നിൽ നിൻ തിരുപൂജയിൽ നിത്യവും ചേർന്നിടാൻ എന്നെ നിൻ കാഴ്ചയായി മാറ്റിടൂ നിൻ തിരുപൂജയിൽ നിത്യവും ചേർന്നിടാൻ എന്നെ നിൻ കാഴ്ചയായി മാറ്റിടൂ നിൻ സ്നേഹമലരിൻ നൽ ത്യാഗമുണർത്തും കാൽവരിയാഗമായി തീർന്നിടും വേളയിൽ ഞാനൊരു കാഴ്ചയായി വന്നിടാം.